ലിങ്ക്ഡിൻ ഫ്രീലാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോ ടിപ്സ് ആണ് ഈ വീഡിയോയിൽ. ഫസ്റ്റ്, ബിൽഡ് മൈക്രോ കമ്മ്യൂണിറ്റീസ്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വരും. നെഗറ്റീവ് കമൻസ് ഒന്നും അതിനെ പറ്റിയല്ല പറയണേ. മേ ബി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതി വരികയാണെങ്കിൽ താഴത്തെ കമൻസ് വായിച്ച് നോക്കിയാൽ വലിയൊരു ലേണിംഗ് ആയിരിക്കും. കാരണം അതിനെ പറ്റിയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ ആ കമൻറ്റ് ബോക്സിൽ നടക്കുന്നുണ്ടായിരിക്കും. ലിങ്ക്ഡിനിലും ഇതുപോലെ തന്നെ സിമിലർ നമുക്ക് കമൻസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ, അവിടെയുള്ള പ്രൊഫഷണൽസിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അവരുടെ പോസ്റ്റുകൾക്കിടയിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് കമൻസ് നൽകുക, നമ്മളുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുക, അങ്ങനെ ആ ഒരു ഡിസ്കഷനിൽ ഭാഗമാവുക. ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. നമ്മളെ ആളുകൾ കൂടുതൽ നോട്ടീസ് ചെയ്യാനും നമ്മുടെ ക്രെഡിബിലിറ്റി എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. പക്ഷെ ഓൾവേസ് ബി കെയർഫുൾ. ചുമ്മാ കയറി അതൊന്നും പറയാനല്ല, നമുക്ക് അവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആ ഒരു പാർട്ട് യൂട്ടിലൈസ് ചെയ്യുക. ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ആൽബം. നമ്മൾ എന്തായാലും വർക്ക്, ഇപ്പം ഞാനിത് ഡിസൈനേഴ്സിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയണത് കേട്ടോ. നമ്മുടെ വർക്ക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു നല്ല നീറ്റ് പോർട്ട്ഫോളിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും, ഒരല്പം എഫേർട്ട് എടുത്താൽ. സോ അങ്ങനെയുള്ള ആൽബംസ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുക. മേ ബി ഇറ്റ് ക്യാൻ ബി ലൈക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അങ്ങനെ ഇതിനു മുൻപ്, അത് വളരെ ക്യാച്ചി ആയിരിക്കും. സോ അങ്ങനെയുള്ള ക്യാച്ചി ആയിട്ട് നമ്മുടെ വർക്കിനെ എപ്പോഴും പ്രസൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ലിങ്ക്ഡിൻ ഓഡിയോ ഇവൻറ്റ്സ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. സോ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ മാർക്കറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പെർട്ടൈസ് ഈസിലി നമുക്ക് ഷോക്കേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മളെ കുറേ കൂടി അത് അപ്രോച്ചബിൾ ആക്കും. സോ ഓഡിയോ ഇവൻറ്റ്സ് എന്നുള്ള ഒരു പ്രൊവിഷൻ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ്, ടേൺ ഓൺ യുവർ ഓപ്പൺ ടു ബിസിനസ് ഫീച്ചർ. ഓപ്പൺ ടു വർക്ക് എന്നൊക്കെ പോലെ തന്നെ ഓപ്പൺ ടു ബിസിനസ് എന്നുള്ളൊരു ഫീച്ചറിൻ്റെ ടേൺ ഓൺ ദാറ്റ്. ദെൻ കീപ് യുവർ സർവീസ് പേജ് നീറ്റ്. ഒരുപാട് ബോറിംഗ് ലിസ്റ്റ് ഓഫ് സർവീസസ് ഒന്നും ആഡ് ചെയ്യാണ്ട് കൃത്യമായിട്ട് ക്യാച്ചി ആയിട്ട് ക്ലയൻസിനെ കൺഫ്യൂസ്ഡ് ആക്കാണ്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മുടെ സർവീസസ് കൃത്യമായിട്ട് ആ ഒരു പേജിൽ ലിസ്റ്റ് ചെയ്യുക. അതിൽ ആ ഒരു പേജിൽ നമുക്ക് അല്പം കേസ് സ്റ്റഡീസ് നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം, ഫീഡ്ബാക്ക് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ സർവീസ് പേജ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും. സോ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ക്ലയൻസിൻ്റെ മനസ്സിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറീസ് ബിൽഡ് ചെയ്യാം. ദെൻ സ്റ്റാർട്ട് യുവർ ലിങ്ക്ഡിൻ ന്യൂസ് ലെറ്റർ ടാർഗറ്റിംഗ് ദ നിഷ് ഓഡിയൻസ്. മേ ബി അതിനകത്തെ ഹെഡിങ് മേ ബി അത് ക്യാച്ചി ആയിരിക്കണം, മേ ബി ബ്രാൻഡിങ് ടിപ്സ് ഫോർ സ്റ്റാർട്ടപ്സ്. ആൻഡ് ഓൾവേസ് ട്രൈ ടു ടെൽ ആൻഡ് സെൽ സ്റ്റോറീസ്. കീപ് യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ഓൾവേസ്. So best wishes. Get in touch for more tips. Thank you.